ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടൻസ് നോക്കാം. സിമ്പിളൊരു ചാപ്റ്ററാണ്, പ്രോമിസറി നോട്ട്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ച ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് പ്രോമിസറി നോട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ ഞാനായിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ച് എൻ്റെ ക്രെഡിറ്റർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. നേരെ മറിച്ച് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാറുണ്ട്, അപ്പോൾ അത് ഞാൻ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്ന നോട്ടാണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കിട്ടുന്ന ആൾ അതിൻ്റെ പ്രൂഫായിട്ട് പ്രോമിസറി നോട്ട് കൊടുക്കും. അപ്പോൾ അത് രണ്ടും കണക്റ്റഡാണ്. പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും കണക്റ്റഡാണ്. A promissory note is an instrument in writing, not being a bank note or currency note, containing an unconditional undertaking signed by the maker to pay a certain sum of money only or order of a certain person. Under section 31(2) of the Reserve Bank of India Act, promissory note cannot be made payable to the bearer. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർമ്മ മാത്രം നോക്കിയാൽ മതി. ഈ സെക്ഷൻ 31(2). അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് പ്രകാരം സെക്ഷൻ 31(2) പ്രകാരം പ്രോമിസറി നോട്ട് ബെയറർക്ക് പേബിൾ ആവില്ല. എക്സാക്റ്റ് പേരുണ്ടാവും. ഇപ്പോൾ പ്രോമിസറി നോട്ടിൽ ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അല്ലാതെ ബെയറായിട്ട് ഇപ്പോൾ നമുക്ക് കറൻസി നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നോട്ട് കയ്യിലുള്ള ആരാണോ അദ്ദേഹത്തിന് ആ പൈസ എടുക്കാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് ബെയറർ ടു ദ പേബിൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും ഇറ്റ് ഈസ് പേബിൾ ടു ദ ബെയറർ എന്ന് എഴുതിയിട്ടുണ്ടാവും. പൈസ കയ്യിലുള്ള ആൾക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കാമെന്നുണ്ട്. പക്ഷേ പ്രോമിസറി നോട്ടിൽ എക്സാക്റ്റ് ആ പേര് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷൻ നമ്പർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. പ്രോമിസറി നോട്ട് മസ്റ്റ് ബി റൈറ്റിങ്ങിലായിരിക്കണം, പിന്നെ അൺകണ്ടീഷണൽ ആയിരിക്കണം, എന്തെങ്കിലും കണ്ടീഷൻ പാടില്ല, പിന്നെ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം, പിന്നെ 2 പാർട്ടി ഉണ്ടാവണം, ഒന്ന് മേക്കറും പിന്നെ പേയും. അടുത്തത് സൈൻ ബൈ ദ മേക്കർ അത് സൈൻ ചെയ്തിരിക്കണം. പിന്നെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം, എക്സാക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ട് പാർട്ടി വിച്ച് റിസീവ് പ്രോമിസറി നോട്ട് ഓർ റിസീവ് ആൻഡ് അക്സെപ്റ്റഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിൽ ട്രീറ്റഡ് ആസ് എ ന്യൂ അസെറ്റ്. ബിൽസ് റിസീവബിളായിട്ട് എന്ന് വെച്ചാൽ പ്രോമിസറി നോട്ട് കിട്ടുന്ന ആളത് ബിൽസ് റിസീവബിളായിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് അത് ക്രെഡിറ്റർ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാറുണ്ട്, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത് എനിക്ക് ലയബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ക്രെഡിറ്ററായിട്ടാണ് അത് അക്കൗണ്ട് ചെയ്യുന്നത്, കിട്ടുന്ന ആളത് അസറ്റാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പ്രോമിസറി നോട്ടിൽ പഠിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ MCQ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 31(2) ഹാബി ആക്ട്, പ്രോമിസറി നോട്ട് കനോട്ട് ബി മേഡ് പേബിൾ ടു ദ ബെയറർ ഓൺ ഡിമാൻഡ്. അടുത്ത ഹൂ വാസ് ദ സോൾ അതോറിറ്റി ഇഷ്യൂ പ്രോമിസറി നോട്ട് പേബിൾ ടു ബെയറർ ഓൺ ഡിമാൻഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അതോറിറ്റി ഉള്ളത് RBIക്ക് മാത്രമേ ഉള്ളൂ പ്രോമിസറി നോട്ട് ഇത് കൊടുക്കാൻ വേണ്ടി, ബെയറർക്ക് കൊടുക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെക്ക് അല്ലെങ്കിൽ കറൻസി. അടുത്തത് 31(2) പ്രകാരം വിച്ച് വാസ് ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി മേഡ് പേബിൾ ടു ബെയറർ ഓൺ ഡിമാൻഡ്. അപ്പോൾ 3 പ്രോമിസറി നോട്ട് കൊടുക്കാൻ പാടില്ല, ചെക്ക് കൊടുക്കാൻ പാടില്ല, ഹുണ്ടി കൊടുക്കാൻ പാടില്ല. അപ്പോൾ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഹു ഇസ് ദ മേക്കർ ഇൻ ദ പ്രോമിസറി നോട്ട്. അപ്പോൾ മേക്കർ എന്ന് പറയുമ്പോൾ ആരാണോ പ്രോമിസ് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്ന ആൾ, അദ്ദേഹമാണ് പ്രോമിസറി നോട്ട് കൊടുക്കുന്നത്. ആൻഡ് പ്രോമിസറി നോട്ട് മസ്റ്റ് ബി ഇൻ റൈറ്റിങ്ങിലായിരിക്കണം. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രോമിസറി നോട്ട്. ഓറൽ ഫോമിലാകാൻ പാടില്ല. പിന്നെ പ്രോമിസറി നോട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. വാട്ട് ഹാപ്പൻ ഇഫ് ദ മേക്കർ ഫെയിൽസ് ടു പേ ദ പ്രോമിസറി നോട്ട്. അപ്പോൾ ലീഗലി സൂ ചെയ്യാം, പേയ്ക്ക് ലീഗലി അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പ്രോമിസറി നോട്ട് അല്ലാതെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് പ്രോമിസറി നോട്ടാണ് പ്രോമിസറി നോട്ടിൻ്റെ ടൈപ്പ്. അടുത്തത് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ പ്രോമിസറി നോട്ട്. എന്ന് വെച്ചാൽ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ പൈസ എനിക്ക് തരാമെന്നുള്ളൊരു പ്രോമിസില്ല, ഉറപ്പ് കൊടുക്കുക. വാക്കാലിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയാം. പക്ഷേ നമ്മളൊരു സൈൻ ചെയ്തിട്ട് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വാലിഡാണ്. പിന്നെ പ്രോമിസറി നോട്ട് ദ എമൗണ്ട് ടു ബി പെയ്ഡ് മസ്റ്റ് ബി ഡെഫിനിറ്റീവ് എമൗണ്ട് ആയിരിക്കണം. നമ്മൾ കൃത്യമായിട്ട് എമൗണ്ട് ഉണ്ടാവണം, ഡേറ്റ് ഉണ്ടാവണം, പിന്നെ ആളുടെ പേരുണ്ടാവണം, അതെല്ലാം ഉണ്ടാവണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രോമിസറി നോട്ടിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഈ സെക്ഷൻ നമ്പർ ഓർത്തിരുന്നാൽ മതി. 31(2) ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.